നമസ്കാരം. ഇത്തവണത്തെ ബിഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ മാപ്ര തള്ളൽ മെഴുകൽ രസിപ്പിക്കൽ അവാർഡ് അതിവർക്കാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ശബ്ദം ആരുടെയൊക്കെയാണ് ഞാൻ പറയില്ല കേട്ടോ, അതെല്ലാവർക്കും മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു. രക്ഷകൻ, പോരാളി, രക്ഷകൻ ഒന്നും പറയല, വേറെ ലെവൽ. ഇതാണല്ലേ, ഇതാണ്. ഓ, ബദലാവോ? ഏത് ഉപ്പുമാവോ? ഏതാ ബദലാവോ, ഉപ്പുമാവോ? കുടിക്കാൻ കഴിയുന്നില്ല, അതാണ്. യുവ സൈന്യം, അതെ. പൊളി 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 സാധനം. ഓ, ഒറ്റയാൾ പോരാട്ടം, ഒറ്റയാൾ പോരാട്ടം. മാസ് ഡയലോഗ് ഇപ്പോഴാണ്. Yes, this is the man. Yes, come on, come on. What a double, what a double. നമ്മുടെ ആഗോള സ്പോൺസർ. ചലിച്ചിരുന്നെങ്കിൽ, അതാണ് അതാണ്. ആ കോൺഗ്രസ് ഒന്ന് ചലിച്ചിരുന്നെങ്കിൽ, അത് മറ്റേ ഹിറ്റ്ലർ പടത്തിന് മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, അവളൊന്ന് ശബ്ദിച്ചിരുന്നെങ്കിൽ, അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, രാഹുൽ ഗാന്ധി ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, തേജസ്വി ഒന്ന്, കോൺഗ്രസ് ഒന്ന് ചലിച്ചിരുന്നെങ്കിൽ. ചലിക്കാതിരിക്കാൻ അവരെന്താ സ്റ്റാച്യു മോഡലോ എന്ത് യാതി രസിപ്പിക്കണമായി. ഒരു രക്ഷയുടെ ഇവര് നിഷ്പക്ഷവാദിമാട്ടോ, അതാണ് ഏറ്റവും വലിയ രസം. ഇവര് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടും ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടും നിഷ്പക്ഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്നവരാണ്. എന്നിട്ട് ഇവരാണ് ഗോദി മീഡിയ. ഇവരെന്ത് മീഡിയ? അതിലെല്ലാവർക്കും ഉണ്ട് രാഷ്ട്രീയം, വ്യക്തമായ രാഷ്ട്രീയം, തെളിച്ച് പറയുന്ന രാഷ്ട്രീയം. പക്ഷെ രസിപ്പിച്ചുട്ടോ, സംഭവം ഉഷാറായി. ഇപ്പൊ കേൾക്കുമ്പോണ്ടല്ലോ അതിന്റെ ഒരു എഫക്ട്. ആ കോൺഗ്രസ് ഒന്ന് ചലിച്ചിരുന്നെങ്കിൽ, കമോണ്ടാ കമോൺ, രക്ഷകൻ തേജസ്വി യാദവ് രക്ഷകനാത്ര ബിഹാറിന്റെ. നിങ്ങള് പടങ്ങൾ കണ്ടിട്ട് വല്ല വെളിവില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ പറയണേ, എന്താ ചെയ്യാ? ഇതൊന്നും പറയണത് എന്തായാലും അവാർഡ്